പ്രൈസ് ദി ലോർഡ്. ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാത സമയത്തിനായി ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ആവർത്തന പുസ്തകം 30-ാം അധ്യായം 4-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: നിനക്കുള്ളവർ ആകാശത്തിന്റെ അറുതി വരെ ചിതറിപ്പോയിരുന്നാലും നിന്റെ ദൈവമായ യഹോവ അവിടെ നിന്നും നിന്നെ കൂട്ടിച്ചേർക്കും. നമ്മളിൽ നിന്നും ചില നന്മകൾ എത്ര വിദൂരത്തിലേക്ക് പോയാലും അതിനെ ചേർത്ത് കൊണ്ടുവരുവാൻ കഴിയുന്ന ഒരു ദൈവം. നമ്മൾ അനേക നാളുകളായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങളാണ്. നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന ചില നന്മകൾ ഇന്നില്ലാത്തൊരു സാഹചര്യമാണ്. നമുക്കുണ്ടായിരുന്ന ആരോഗ്യം നഷ്ടപ്പെട്ടു, നമുക്കുണ്ടായിരുന്ന സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെട്ടു, നമുക്കുണ്ടായിരുന്നതായ ബഹുമതികൾ നഷ്ടപ്പെട്ടു, നമുക്കുണ്ടായിരുന്ന ഒരുപാട് പച്ചപ്പിന്റെ അനുഭവങ്ങളൊക്കെ ഇന്ന് നഷ്ടപ്പെട്ട് അകന്നുപോയി നമ്മളിൽ നിന്നും. നമ്മളത് ദൂരത്ത് നിന്നേ കാണുന്നുള്ളൂ. അതിനെ ഒന്ന് അടുപ്പിച്ചു കൊണ്ടുവരുവാൻ തക്കണം നമ്മൾ പല നിലയിൽ പല രീതിയിൽ ശ്രമിച്ചിട്ടും സാധിക്കാതെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? ഇന്ന് പലകാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുവാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്, നിങ്ങളിൽ നിന്നും അകന്നുപോയതിനെയൊക്കെയും ആകാശത്തിന്റെ അറുതി വരെ ചിതറിപ്പോയിരുന്നാലും നിന്റെ ദൈവമായ യഹോവ അവിടെ നിന്ന് നിനക്ക് കൂട്ടിച്ചേർത്ത് തരുന്നൊരു ദൈവം. എത്ര കടലിന്റെ അടിയിലേക്ക് ഒഴുകിപ്പോയ ഒരു നന്മയാണ് നിന്റേതെങ്കിലും അതിനെ ദൈവം തിരിച്ചു നൽകുന്ന ദൈവമാണ്. നമുക്കറിയാം, പ്രവാചകൻ തന്റെ പ്രവാചക ശിഷ്യന്മാരുടെ കൂടെ കാട്ടിൽ മരം വെട്ടുവാൻ വേണ്ടി പോയപ്പോൾ ശിഷ്യന്മാരിൽ ഒരുവന്റെ കോടാലി ഊരി വെള്ളത്തിൽ വീണപ്പോൾ അത് ആഴത്തിലേക്ക് പോയി. അത് കിട്ടത്തില്ല എന്ന് കരുതി ആ മനുഷ്യൻ കരഞ്ഞു നിലവിളിച്ചു. പക്ഷേ അവിടെ പ്രവാചകൻ നഷ്ടപ്പെട്ടത് ആഴത്തിലേക്കാണെങ്കിലും ദൈവകൃപയുടെ ശക്തിയാൽ ആ ആഴത്തിൽ പോയതിനെ തിരിച്ചെടുത്തു കൊടുത്തത് നമുക്ക് വായിപ്പാൻ സാധിക്കുന്നുണ്ട്. പത്രോസ് എത്രയധികം വല വീശിയിട്ടും ഒരു മീന് പോലും കിട്ടാതെ മീനുകളെല്ലാം അകന്നുപോയി. പക്ഷെ യേശു പത്രോസിന്റെ പടകിൽ കയറിയിരുന്ന് പ്രസംഗിച്ചു കഴിഞ്ഞ് പ്രസംഗം തീർന്നപ്പോൾ കാണുന്നത് പത്രോസിന്റെ വലയിൽ കയറി അത് അകന്നുപോയ സകല മീനുകളും ഇതാ തിരിച്ചു വന്ന് പത്രോസിന്റെ വലയിലേക്ക് കയറി. സ്തോത്രം! അതാണ് ദൈവം. നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടത് പോയതൊക്കെ തിരിച്ചു നൽകുവാൻ ദൈവത്തിന് കഴിയും. വിശ്വാസമുണ്ടോ? അതിനു വേണ്ടത് ഒന്നു മാത്രമാണ്: നമ്മുടെ കുറവുകളെ ദൈവസനിൽ ഏറ്റുപറഞ്ഞ് ദൈവസനിൽ സമർപ്പിച്ച് ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുക. ഹിസ്കിയാവിന്റെ ആയുസ് തീരാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ ഹിസ്കിയാവ് മുഖം ചുവരിന് നേരെ തിരിച്ച് ദൈവത്തോട് നിലവിളിച്ചതുപോലെ ഇന്ന് പകൽക്കാലം ഒരു നിലവിളിയുടെ ശബ്ദം ദൈവ പൈതലേ നിന്റെ ഉള്ളിൽ നിന്നും ഉയരുന്നുവെങ്കിൽ ആ നിലവിളിക്ക് മറുപടിയായി നിന്നിൽ നിന്നും അത് എത്ര വിദൂരത്തിലേക്ക് നഷ്ടപ്പെട്ടു പോയ നന്മയാണെങ്കിലും, ശത്രു എത്ര ദൂരത്തിലേക്ക് വലിച്ചെറിഞ്ഞ നന്മയാണെങ്കിലും ദൈവം അതിനെ കൂട്ടിച്ചേർത്ത് നിനക്ക് തിരിച്ചു തരാൻ പോകുക. വിശ്വസിക്ക്, കർത്താവ് അത് നൽകും. യെസ്, ദൈവം അത് നൽകാൻ പോകുക. ദൈവം നിന്നിലേക്ക് അത് അടുപ്പിക്കാൻ പോകുക. പത്രോസിനെ കുറിച്ച് പറയുന്നത് തന്റെ വല കീറിപ്പോകത്തക്ക നിലയിൽ പൊരുത്ത മീൻകൂട്ടത്തെ കൊടുത്ത ദൈവം ഇന്ന് പകൽക്കാലം നമ്മുടെ ആവശ്യങ്ങളിൽ മേൽ സമൃദ്ധിയായി അനുഗ്രഹിക്കാൻ പോകുക. ദൈവാനുഗ്രഹം അതേ പരിധിയില്ലാതുള്ള അനുഗ്രഹങ്ങളാണ്. ഈ പകൽക്കാലം നമ്മെ അനുഗ്രഹിക്കുന്ന, നമ്മെ നടത്തുന്ന, നമ്മെ സ്നേഹിക്കുന്ന സർവകൃപാലുവായ ദൈവത്തിന്റെ സന്നദ്ധയിൽ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. നഷ്ടപ്പെട്ടത് തിരിച്ചു വരുന്നു, പ്രാപിച്ചെടുക്കുവാൻ കരം നീട്ടി അതേ ദൈവസന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊള്ളുക. കർത്താവിന്റെ പകൽക്കാലം നെല്ലം തരും. ആ കർത്താവിന്റെ സന്നിധി സമർപ്പിക്കുക. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ.